പാലക്കാട് ചങ്ങരയിൽ നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും നിപ്പ സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായിരിക്കുന്നത്. അജിത് ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. അജിത്ത്, നിപ്പ ആശങ്കയേറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ വീണ്ടും ഒരു സ്ഥിരീകരണം കൂടി. ഇദ്ദേഹത്തിന് നിപ്പ സംബന്ധിച്ചുള്ള രോഗലക്ഷണങ്ങളുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സംഗീത, ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവിടെ നിന്ന് പരിശോധനാ സാമ്പിളുകൾ എടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രാഥമിക പരിശോധനയ്ക്കായി അയച്ചു. അവിടെ നിന്ന് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. രണ്ടുപേർക്ക് അത്തരത്തിൽ മകന് കൂടി നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പും കാണുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഈ പ്രദേശത്ത് ആകമാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിനോടും കർശനമായി കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ആളുടെ കൂടി ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ട്, സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ കളക്ടർ ഉൾപ്പെടെ ആശുപത്രികൾ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുതിയ കേസ് കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഗൗരവത്തോടു കൂടി ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഏതാണെങ്കിലും ഗൗരവത്തോടു കൂടി തന്നെ ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമതൊരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് അതും ഏറ്റവും അടുത്ത സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന മകന് തന്നെ ഇത്തരത്തിലൊരു നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം അത് പരിശോധിക്കപ്പെടുകയാണ്. ഇയാളുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ പരിശോധിക്കുന്ന കണ്ടെത്തുന്ന തിരക്കിലാണ് പോലീസ്. മാത്രമല്ല പോലീസിനോട് ഉൾപ്പെടെ ഇതിന് സഹായം തേടിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശേഖരിച്ചുകൊണ്ട് ആശുപത്രിയിൽ ആരോഗ്യമായിട്ടാണ് ഈ മകൻ സങ്കടത്തിൽ ഏർപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സഹായം പോലീസിനോട് കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിൽ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കുക. ഏതാണെങ്കിലും റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പ്. അജിത്ത്, നിലവിലെ ജാഗ്രതാ ക്രമീകരണങ്ങൾ തന്നെയാണോ ഇപ്പോഴും അവിടെ തുടരുന്നത്? പാലക്കാടത്തെ അത്തരം സാഹചര്യങ്ങൾ ഈ സാഹചര്യത്തിൽ എന്താണ്? 17 വാർഡുകളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ കർശനമായ ജാഗ്രതയാണ്. അകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ ഉൾപ്പെടെയുള്ള നിയന്ത്രണമുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ കൂട്ടം കൂടാനോ മറ്റു പരിപാടികൾ നടത്താനോ ഒന്നും അനുവാദമില്ല. കർശനമായി തന്നെ പോലീസ് ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. മാത്രമല്ല ശക്തമായ പരിശോധന ഈ മേഖലയിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട് കനത്ത ആശങ്ക ഈ പ്രദേശത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്ന ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സഞ്ചാര തടസ്സങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് പറയുന്നത് പൂർണ്ണമായും ഇതിനോട് സഹകരിക്കണം. കാരണം ഒരു തരത്തിലും ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ 17 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഈ പുതിയ കേസിന്റെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരിക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ഒന്നാമത്തെ കേസ് മരിച്ച 57-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളും നിലവിൽ ക്വാറന്റൈനിലാണ്. അതിൽ രോഗലക്ഷണങ്ങളുള്ളവർ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. 5 പേരെയാണ് അത്തരത്തിൽ ഉള്ളത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നത്. മറ്റ് ആളുകളുടെ ഫലത്തിന്റെ വിവരങ്ങൾ കൂടി ഏതായാലും അറിയേണ്ടതുണ്ട്. മറ്റാശങ്കപ്പെടേണ്ട അവരുടെ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട് അവരുടെ പരിശോധനാ ഫലവും ഇന്നും നാളെയുമായി ബാക്കിയുള്ള പരിശോധനാ ഫലം കൂടി ലഭ്യമാകുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഏതാണെങ്കിലും ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ സാഹചര്യത്തെ കാണുന്നത്. ശരി അജിത്ത്, പാലക്കാട് നിന്ന് വീണ്ടും ഒരു നിപ്പ സ്ഥിരീകരണം കൂടി വരുന്നു. അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.